വാവിട്ട വാക്കും കൈവിട്ട ആയുധവും എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾ തന്നെയാണ്. നാക്ക് പിഴച്ചാൽ എല്ലാം പിഴച്ചെന്നാണ് അർത്ഥം. നമ്മുടെ നാട്ടിലെ പ്രമുഖർക്ക് ഇപ്പോൾ അതാണ് പറ്റിക്കൊണ്ടിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ നാക്കിൻ്റെ പിഴ അല്ലെങ്കിൽ നാക്ക് പിഴച്ചതുകൊണ്ടാണ് അദ്ദേഹം ജയിലിൽ വരെ അത്രയും വ്യാപാര പ്രമുഖനായിട്ട് പോലും അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞ ഒരു വർത്തമാനത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരിലാണ്, നടിക്കെതിരെ പറഞ്ഞതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് പോകേണ്ടി വന്നത്. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് PC ജോർജിനാണ് പണി കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം വിവാദ പരാമർശത്തിൻ്റെ പേരിൽ ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. സാർ കേട്ടിരുന്നോ വാർത്ത? PC ജോർജിന് ഇന്നലെ ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി കൊടുത്തിട്ടുണ്ട്. വളരെ ജനകീയനായ ജനപ്രിയനായ ഒരു നേതാവാണ്. എല്ലാവർക്കും ഒരുപക്ഷെ ഇഷ്ടപ്പെട്ട, കേരളത്തിൽ എനിക്ക് 40 വർഷത്തോളം MLA ഒക്കെ ആയിട്ടിരുന്ന, ചീഫ് വിപ്പൊക്കെ ആയിരുന്ന ഒരു നേതാവാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വാവിട്ട എന്നും വിളിച്ചു പറയുന്ന ആരെപ്പറ്റിയും, ഏത് രാഷ്ട്രീയക്കാരനെ പറ്റി, അതാണ് അദ്ദേഹത്തിന് LDFിലും അവസരമില്ല, UDFിലും അവസരമില്ല. അവസാനമാണ് ഇപ്പോൾ അദ്ദേഹം BJPയിൽ വന്ന് കയറിയിരിക്കുന്നത്. BJPക്ക് തന്നെ ഇപ്പോൾ അദ്ദേഹം പ്രതിസന്ധിയായോ, അദ്ദേഹത്തിന് വലിയ പൊസിഷനുകളൊക്കെ കൊടുക്കാൻ പാകത്തിന് വളരെ നല്ല രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ മകനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ BJP തയ്യാറാകുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വീണ്ടും ഈ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളും പല രീതിയിലും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ, കാരണം നമുക്ക് ആർക്കും ഒരു ജനാധിപത്യ രാജ്യത്ത് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തുന്നത്. സാധാരണ രീതിയിൽ ജാമ്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഉടനടി അറസ്റ്റ് എന്നുള്ള രീതിയിലാണ് നേരത്തെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. PC ജോർജിനെ തന്നെ നേരത്തെ 1-2 പ്രാവശ്യങ്ങൾ അദ്ദേഹം അറസ്റ്റ് ചെയ്യുകയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. പക്ഷേ ഭാഗ്യവശാൽ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ട വന്നില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന് ജാമ്യം മറ്റുള്ള കാര്യങ്ങളും കൊടുത്തു. ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ വരും, സർക്കാർ എന്ത് തീരുമാനം എടുക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി പറയാൻ പറ്റത്തില്ല. ശരി, എന്നാ പറയുന്നത്? PC ജോർജിന്റെ കേസിൽ എന്താണ് ഇപ്പോഴും വിധി വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ എന്താണ് കൊടുക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാ. എന്ത് തരത്തിലും വരത്തില്ല. പക്ഷെ പുള്ളി ഈ പറഞ്ഞ പോലെ ആരെയും കൂസാത്ത ഭാവമാണ്. ഇനിയിപ്പോൾ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നാലും പുള്ളിയുടെ സ്വഭാവം മാറ്റുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് എൻ്റെ പേഴ്സണൽ ഇതാണ്. പക്ഷേ പുള്ളി അതായത് വെട്ടൊന്നും മുറിരണ്ട് സ്വഭാവമാണ് പുള്ളിക്ക്. പുള്ളി സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയും, ആരെയും വിമർശിക്കും. പക്ഷേ അതൊരു അധപ്പതനത്തിലേക്ക് പോയിരിക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം എന്തും ഒരാളെ കുറിച്ച് പറയാം. ഇപ്പം തന്നെ ഒരു രാജ്യത്ത് നമ്മുടെ സഹോദരന്മാരാണ്. നമ്മൾ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നമ്മളോടൊപ്പം ജീവിക്കുന്നവരാണ് മുസ്ലിം സഹോദരന്മാർ. ഇങ്ങനെ ഈ ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യാനികളും ജൈനരും ഒക്കെ ചേരുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ പാരമ്പര്യം മനസ്സിലാക്കാതെ ഒരു ചാനലിന് മുമ്പിൽ ഇരുന്ന് അവരെ അടച്ചാക്ഷേപിക്കുക, അതും നിങ്ങൾ പാകിസ്ഥാനിലേക്ക് വെക്കുള്ളൂ, അല്ലെങ്കിൽ അതാണ് നിങ്ങൾ ഇവിടെ ഫോളോ ചെയ്യുന്നതെന്നൊക്കെ കണ്ണടച്ച് എല്ലാവരെയും അടച്ചാക്ഷേപിക്കുക അല്ലെങ്കിൽ അധിക്ഷേപിക്കുക എന്ന് പറയുന്ന ഒരിക്കലും സ്വീകാര്യമായിട്ടൊരു കാര്യം, ജനാധിപത്യ രാഷ്ട്രത്തിന് ഒരിക്കലും സ്വീകാര്യമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇതിൽ എന്ത് നിലപാടെടുക്കുമെന്ന് നമുക്ക് എന്തായാലും ഉത്കണ്ഠയുണ്ട്. ഈ സാറ് പറഞ്ഞ പോലെ 2 പ്രാവശ്യം ഭാഗ്യത്തിൻ്റെ ഒരു ഇതിൽ രക്ഷപ്പെട്ടു. 3ാമത്തെ വട്ടം ഇനിയിപ്പോൾ നിർഭാഗ്യം അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. കാരണം ബോബി ചെമ്മണ്ണൂരിനെ പോലും പ്രശസ്തനായിട്ടുള്ള ഒരു വ്യാപാരിക്ക് പോലും ജയിലിൽ കിടക്കേണ്ടി വന്നെങ്കിൽ PC ജോർജ് എന്തായിരിക്കും PC ജോർജിന്റെ അവസ്ഥയെന്ന് എനിക്ക് സംശയമുണ്ട്. ഇനിയിപ്പോൾ പോകേണ്ടി വന്നാൽ പോയല്ലേ പറ്റൂ. സാർ എന്താ തോന്നുന്നത്? പക്ഷെ ഉറപ്പായിട്ടും അദ്ദേഹം കോടതിയിൽ അദ്ദേഹത്തിന്റെ വക്കീൽ പറഞ്ഞിരിക്കുന്ന ഓൾറെഡി അദ്ദേഹത്തിന് നാക്കുപിഴ പറ്റിയതാണ്. അറിയാതെ നാക്കുകൊണ്ട് അറിയാതെ പറ്റിപ്പോയതാണ്. പ്രായാധിക്യമുണ്ട്, പലവിധ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ജാമ്യം കിട്ടാൻ വളരെ ചാൻസ് ഉണ്ട്. കാരണം ഇത്രയും പ്രായമുള്ള അദ്ദേഹം ഒളിച്ചു പോകാനൊന്നും ചാൻസ് ഇല്ല. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ നേതാക്കളുടെ ഒരാളായിട്ട് കേരളത്തെ വിലസുന്ന ആളാണ്. 26-ൽ എങ്ങനെയും മത്സരിക്കാം. അദ്ദേഹത്തിന്റെ മകനും ഒക്കെ മത്സരിക്കാനുള്ള ഐഡിയകളും കാര്യങ്ങളും ഉണ്ട്. അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ പലതുകൊണ്ടും വെട്ടിത്തുറന്ന് പറയുന്ന, കാരണം ക്രിസ്ത്യൻ സമൂഹത്തെയൊക്കെ അദ്ദേഹം BJPയോട് അടുപ്പിക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ പല കാര്യങ്ങൾ ഇങ്ങനെയല്ല അബദ്ധങ്ങൾ പുള്ളി വിളിച്ചു പറയും. അബദ്ധങ്ങളായാലും പുള്ളിയുടെ നാക്കിൽ തോന്നുന്ന ആരെ പറ്റി, പണ്ട് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഇരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയെ പറ്റി ആയാലും ഒക്കെ വിളിച്ചു പറയുന്ന പുള്ളിക്ക് എന്തും പറയുന്നതിന് മടിയില്ല. പലതരത്തിലുള്ള വീഡിയോകളൊക്കെ അദ്ദേഹത്തിനെതിരെ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മൾ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. എങ്കിൽ പോലും വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വീഡിയോ ക്ലിപ്പുകൾ, പലരുമായിട്ട് ബന്ധപ്പെട്ട, പല സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട അല്ലാത്ത രീതിയിൽ പുള്ളി ആരെ പറ്റി എന്തും പറയും ചില സമയത്ത്. അതാണ് പുള്ളിയുടെ കൂടെ നിൽക്കുന്നവരായാലും പുള്ളി അഭിപ്രായം തുറന്ന്, അത് പേരെടുക്കാൻ വേണ്ടിയാണോ, സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടാൻ വേണ്ടിയാണോ, എങ്ങനെയുള്ള കാര്യങ്ങൾക്കാണെന്ന് അറിയത്തില്ല. അതെല്ലാം പുള്ളിക്ക് പുലിവാലായിട്ട് പോകുന്ന രീതി വരുന്നുണ്ട്. കേസ്, പ്രശ്നങ്ങൾ. ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പുള്ളിയുടെ വീട്ടിലൊക്കെ പോയൊരു സമയത്ത് ഓർക്കുന്നുണ്ട്. വീട്ടിലെന്നും MLA ഒക്കെ ആയിരിക്കുന്ന സമയത്ത് ഒരു 10-15 പേര് എപ്പോഴും വീട്ടിലുണ്ട്. പല ആവശ്യങ്ങൾക്കായിട്ട് വരുന്നവരാണ്. അവരെയൊക്കെ സഹായിച്ചും സാധാരണക്കാരുടെ ഏത് പ്രശ്നത്തിലും ഇടപെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ എന്തുകൊണ്ടും അദ്ദേഹത്തിന്റെ അവസാനമായി പ്രായമാകുന്ന ഈ സമയത്ത് പലരും പറയുന്നത് അദ്ദേഹം വീട്ടിലിരിക്കുന്ന സമയമായി, മോനെ ഇറക്കി വിടണം. മോനാണെങ്കിൽ വളരെ ആക്റ്റീവായിട്ട്, ഷോൺ ജോർജ് ആണെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് BJPയുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നു, ഡൽഹി പോകുന്നു, മുനമ്പം പ്രശ്നത്തിൽ ഇടപെടുന്നു. വളരെ സജീവമായിട്ട് അദ്ദേഹത്തെ BJPയുടെ ഒരു സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തന്നെ അവർ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമത്തിനിടയിൽ അതൊരു പാരയായിട്ട് വരുമ്പോൾ ഇപ്പോൾ PC ജോർജ് മോന് പോലും എന്നുള്ള രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളെ പറയുന്നത്. കാരണം അദ്ദേഹം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു, ജാമ്യം കിട്ടും എന്നൊക്കെയാണ് പ്രതീക്ഷ. എന്നാലും ഫൈനലായിട്ട് അതിനെപ്പറ്റി ഒന്നും നമുക്കിപ്പം
കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് അഭിപ്രായം പറയാൻ പറ്റത്തില്ലല്ലോ. ശരി, എന്നാ പറയുന്നത്? സാറ് പറഞ്ഞ പോലെ ഇപ്പൊ BJP-യുടെ കേസിന്റെ വിഷയങ്ങളിൽ ഇപ്പൊ ജില്ലാ നേതൃത്വത്തിലേക്ക് ഇവരെ തെരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞാലും അച്ഛനെയും മോനെയൊക്കെ. കാരണം BJP ലക്ഷ്യമിടുന്നത് സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള ഒരു പൊളിറ്റീഷ്യനാണ് അവർ നോക്കുന്നത്. PC ജോർജ് അതിന് കറക്റ്റ് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ തന്നെയാണ്. കാരണം ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു ഇപ്പോൾ അദ്ദേഹത്തിന്റെ സമൂഹം, ക്രിസ്ത്യൻ സമൂഹത്തെ താങ്കൾ പറഞ്ഞ പോലെ അദ്ദേഹം ക്രോഡീകരിച്ചും കോർത്തിണക്കി കൊണ്ടുമൊക്കെ വന്നു. ഇപ്പോൾ അവിടുത്തെ ഒരു സഭാ അധികാരിയോട് കയറി ചെന്ന് ഇന്നത് ചെയ്യണമെന്ന് പറയാൻ ധൈര്യമുള്ള ഒരാൾ PC ജോർജ് തന്നെയാണ്. അതിലൊരു സംശയമില്ല. അത്ര സ്വാധീനമുള്ളൊരു മനുഷ്യനാണ്. കാരണം അവരെ അദ്ദേഹം പറഞ്ഞാൽ അവർ കേൾക്കും. ആ സംഭവം പുള്ളിക്കുണ്ട്, ആ ഒരു പവറുണ്ട് പുള്ളിക്ക്. പക്ഷെ അത് ഉപയോഗിക്കുന്നതിന് പകരം പുള്ളി ഇങ്ങനെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് നാക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതെന്ന് ഞാൻ എപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞില്ല, അദ്ദേഹം വക്കീൽ പറഞ്ഞില്ല, അദ്ദേഹത്തിന് ഓർമ്മ കുറവൊന്നുമില്ല, അദ്ദേഹത്തിന് നാക്ക് അങ്ങനെ പെശകത്തുമില്ല. പക്ഷേ അദ്ദേഹം അത് പർപ്പസ്ലി പറഞ്ഞതായിട്ടാണ് കേട്ടിരുന്നവർക്ക് തോന്നുക. ഇത് ആദ്യമായിട്ട് സംഭവിച്ചതോ രണ്ടാമത് സംഭവിച്ചതോ, ഇത് പലവട്ടമായി. ഇപ്പൊ തന്നെ ലേറ്റസ്റ്റ് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ടും സാറിന് പറഞ്ഞു നമുക്ക് പുറത്തു പറയാൻ പറ്റില്ല. വളരെ മോശമായിട്ട് ഈ പറയുന്ന പോലെ സ്ത്രീകളെ കുറിച്ച് അല്ലെങ്കിൽ സ്ത്രീകളുടെ ശരീരഭാഗങ്ങളെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള വർണ്ണനകൾ പറയുക, അത് മറ്റൊരു മാധ്യമ പ്രവർത്തകനോട് പറയുക. അതിപ്പോൾ വീക്കായിട്ട് ഔട്ടായതിനു ശേഷം, അതിന്റെ വോയിസ് റെക്കോർഡ് ഔട്ടായതിനു ശേഷം അത് പല മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ PC ജോർജിന്റെ സൗണ്ട് കേരളീയർക്ക് കാണാപ്പാടമാണ്. അദ്ദേഹമാണത് പറഞ്ഞതെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കേണ്ട സമയവും അല്ലെങ്കിൽ പ്രായവും അതിക്രമിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം താങ്കൾ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഇത്രയൊക്കെ പ്രായമുണ്ട്, പ്രായത്തെക്കാൾ കൂടുതൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പല പാർട്ടികളിലും വർക്ക് ചെയ്ത് ആൾക്കാർ ഇങ്ങനെയാണ് താങ്കളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പേരെടുക്കേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല PC ജോർജിന് ഉണ്ടെന്ന്. കാരണം ഓൾറെഡി പേരുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. പിന്നെ എന്തിനാണ് അദ്ദേഹം സ്വയം നിലവാരമില്ലാതായി പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നല്ല പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല കഴിവുള്ള ഒരു മനുഷ്യനാണ്. മുഖ്യധാരയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുത്താൽ നടപ്പാക്കാൻ കഴിവുള്ള വിൽ പവർ ഉള്ള ഒരു വ്യക്തി, ഒരു പൊളിറ്റീഷ്യൻ. ആ പൊളിറ്റീഷ്യനെ ആ ഒരു വിൽ പവർ കണ്ടിട്ടാണ് BJP നേതൃത്വം അദ്ദേഹത്തെ എടുത്തത് പോലും. സോ അത് ഉപയോഗിക്കേണ്ടതിന് പകരം അല്ലെങ്കിൽ അത് മാക്സിമം മുതലാക്കേണ്ടതിന് പകരം അദ്ദേഹം എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. പക്ഷെ അതിപ്പോൾ അദ്ദേഹത്തിന് തന്നെ വിനയായി മാറിയിരിക്കുകയാണല്ലേ. ഉറപ്പായിട്ടും അദ്ദേഹം ഒരു നമ്മൾ പറയുന്ന ഒരു പച്ച മനുഷ്യനാണ്, ഒരു കർഷക നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ മജോറിറ്റി ഉള്ള ഒരു സമൂഹത്തെയാണ് പുള്ളി കൂടുതൽ ചീത്ത പറയുന്നത്. കാരണം അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പുള്ളിക്ക് അസംബ്ലിയിൽ എത്താൻ പറ്റാത്തത് 100% പറയുന്നത്. ത്രികോണ മത്സരം വന്നപ്പോൾ പോലും പുള്ളി വളരെയധികം ഭൂരിപക്ഷം, ഏതാണ്ട് 27,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പുള്ളി ജയിച്ചതാണ്. അതിനുശേഷം ലാസ്റ്റ് മത്സരത്തിലാണ് പുള്ളി ഏതാണ്ട് 8,000 വോട്ടിനോളം പുള്ളി പരാജയപ്പെട്ടത്. അന്നേരം MLA സ്ഥാനമൊന്നും ഇല്ല. അങ്ങനെ രാഷ്ട്രീയത്തിൽ മാറി നിൽക്കുന്ന ഒരു സമയത്ത് എന്തെങ്കിലും വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി ശ്രദ്ധ നേടുക എന്നുള്ളതാണ് മാധ്യമങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്. കാരണം പുള്ളി ഇപ്പോൾ MLA ഒന്നും അല്ല, രാഷ്ട്രീയത്തിൽ വലിയ പദവികളൊന്നുമില്ല, BJP ചേർന്നേ ഉള്ളൂ. അന്നേരം ഇങ്ങനെ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പുള്ളി സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുമല്ലോ ഇച്ചിലൂടെ. പക്ഷെ കേരളത്തിൽ പുള്ളി അറിയാത്തവരില്ല, കേരളത്തിലെ ആവശ്യം പുള്ളിക്കില്ല. എന്നാലും വിടുവായത്തിൽ ഒത്തിരി പറഞ്ഞുകൊണ്ട് പല രീതിയിലും പലരെ ആക്ഷേപിച്ചുകൊണ്ട് പക്ഷേ അതുകൂടാതെ തന്നെ പല നേട്ടങ്ങളുണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തെയൊക്കെ ഒപ്പം നിർത്താൻ കഴിവുള്ള പഴയ കേരള കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ നേതാക്കന്മാരിലൊരാളാണ് പുള്ളി. വളരെ പവറോടുകൂടി പിതാക്കന്മാരോടായാലും മെത്രാനോടായാലും പോപ്പിനോടായപ്പോൾ ഒരു കാര്യം അത് ചങ്കൂറ്റം എന്ന് പറഞ്ഞാൽ ഇച്ചിരി നമ്മളൊരു റൗഡിസം എല്ലാ തരത്തില് പൂഞ്ഞാറിന്റെ സിംഹം എന്നാണ് പറഞ്ഞത്. പണ്ട് കേരള കോൺഗ്രസിന്റെ KM മാണി പറഞ്ഞൊരു കാര്യം, ഒരു കാട്ടിൽ 2 സിംഹം പാടില്ല. കാരണം KM മാണി ഉണ്ടെങ്കിൽ PC ജോർജിന്റെ ആവശ്യമില്ല. 2 സിംഹങ്ങളെ പാടില്ല. അത്ര ശക്തനായ നേതാവാണ്. പക്ഷെ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ഒരു മന്ത്രിസഭയെ വരാനൊന്നും അദ്ദേഹത്തിന്റെ ചിരകാല അഭിലാഷമായിരുന്നു ഒരു മന്ത്രിയാകുക എന്നുള്ളത്. അതൊന്നും ഒരിക്കലും നടന്നില്ല. അവസാന കാലത്തിൽ അതും KM മാണിയെ കണ്ട് വെട്ടി ചീഫ് മാത്രമേ കൊടുത്തുള്ളൂ. പുള്ളിക്കൊരു മന്ത്രിയാകണം, ഇവിടെ മത്സരിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച പോലെ പത്തനംതിട്ട പുള്ളിക്ക് സീറ്റ് കൊടുക്കാത്തതുകൊണ്ട് BJPക്ക് പോലും എതിർപ്പുണ്ടായിരുന്നു. പത്തനംതിട്ടയിലെ പുള്ളിയായിരുന്നെങ്കിൽ ഇച്ചിരൂടെ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചതെന്നൊക്കെ പറഞ്ഞു. ആ അവസരങ്ങളൊന്നും കൊടുത്തില്ല. വീണ്ടും ഓരോ കാര്യങ്ങൾ പറയുന്നു. ഇപ്പൊ അദ്ദേഹത്തെ ദേശീയ വൈസ് പ്രസിഡന്റ് ആക്കാൻ വേണ്ടി BJP ശ്രമിക്കുന്നുണ്ട്, ലിസ്റ്റിൽ പോയിട്ടുണ്ട്. അതായത് ഒരു ദേശീയ തലത്തിലേക്ക് വരും, അടുത്ത അസംബ്ലിയിലൊക്കെ പുള്ളിയെ മോനെയൊക്കെ മത്സരിപ്പിക്കണം എന്നൊക്കെയാണ് BJPയുടെ ശ്രമമെന്നാണ് ഇവിടെ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അതൊന്നും എങ്ങനെ വീണ്ടും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഇനിയിപ്പോൾ കോടതി ജാമ്യം കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. എന്നാലും പുതിയ കാര്യങ്ങളെ പറ്റി എന്നാ പറയും ശരിയാ? ഇപ്പോൾ ഈ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് നമ്മൾ ഈ എന്ത് വൃത്തികേടും ഇനി സോഷ്യൽ മീഡിയയിൽ നിന്ന് ആർക്കും പറയാമെന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അത് വേണ്ട. കാരണം അത് ഇപ്പോൾ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പറഞ്ഞ പോലെ ബോബി ചെമ്മണ്ണൂരാണ് എല്ലാവരും ഈ നാടിനൊക്കെ സഹായം ചെയ്യുന്ന, എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ, എന്നാൽ ഈ കേരളം തന്നെ വിലയ്ക്ക് വാങ്ങാൻ കയ്യിൽ കാശുള്ളവനായ മനുഷ്യനായിരുന്നു ബോബി ചെമ്മണ്ണൂർ. അദ്ദേഹത്തിനെ ഒരു 6 ദിവസം ജയിലിൽ കിടത്താമെങ്കിൽ അത് അദ്ദേഹത്തിന് നാക്കുകൊണ്ടാണ്. അതായത് ഹണി റോസ് ഒരിക്കലും വേറെ ഒന്നിനുമല്ല. ഇങ്ങനെയൊക്കെ പരാമർശങ്ങൾ നടത്തി പലവട്ടം അപേക്ഷിച്ചു. പിന്നീട് അദ്ദേഹം അതിൻ്റെ ഒരു ഹുങ്ക് കാണിച്ചു. ആ ഹുങ്കാണ് ഇപ്പോൾ PC ജോർജും കാണിക്കുന്നത്. ആ ഹുങ്കാണ് അവിടെ അവസാനിച്ചത്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഒന്നും പറയുന്നില്ലല്ലോ. അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കിടന്നു, തിരിച്ചിറങ്ങി. പിന്നെ അദ്ദേഹത്തിന് പ്രത്യേക സഹായങ്ങളൊക്കെ ചെയ്യുന്ന വിവാദങ്ങളെല്ലാം അദ്ദേഹം തുറക്കുന്നില്ല. അതോടൊപ്പം തന്നെ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞു. പിന്നെ
ബോബി ചെമ്മണ്ണൂരിനെ രാഹുൽ ഈശ്വറിനെ ബോബി ചെമ്മണ്ണൂരിനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി ഒരു സാമൂഹ്യ പ്രവർത്തകർ എന്ന നിലയിൽ എങ്കിൽ പോലും പുള്ളിയെതിരെയും പരാതികൾ പോയി അറസ്റ്റ് ചെയ്യുമെന്ന് രാഹുൽ ഈശ്വർ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു, ചിലപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാലോ എന്ന് പേടിച്ചെന്ന് പറഞ്ഞു. അതും ഇങ്ങനെയുള്ള പരാതിയുടെ പേരിൽ നടപടി എടുക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പി.സി. ജോർജ് പേടിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ സാറ് പറഞ്ഞ പോലെ പൂഞ്ഞാറിലെ സിംഹം ആയതുകൊണ്ട് സിംഹം എപ്പോഴും ഗർജിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഒരുപക്ഷെ ഇനി ജയിലിൽ പോയാലും പുള്ളി ഗർജിക്കുമായിരിക്കും. എങ്കിലും നാട്ടുകാർക്ക് പ്രയോജനം അല്ലെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്, ഒരു പൊളിറ്റീഷ്യനാണ്. സോ അദ്ദേഹത്തിന്റെ കഴിവുകൾ അത് അദ്ദേഹത്തിന്റെ നാട്ടുകാർക്കും കേരളത്തിലെ ജനങ്ങൾക്കും പ്രയോജനപ്പെടുമാറാകാത്ത രീതിയിൽ അദ്ദേഹം കുറെ കാര്യങ്ങൾ ചെയ്താൽ അഭിലഷണീയമായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ, കുറെ പ്രായമൊക്കെ ആയില്ലേ, ഇനിയെങ്കിലും എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ കുറച്ച് വാക്കുകളൊക്കെ ഒന്ന് അദ്ദേഹത്തിന് മനസ്സിൽ വിദ്വേഷം ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം. അങ്ങനെയാണല്ലോ നമ്മളൊരു ഫീൽഡിൽ ഇറങ്ങുന്നത് പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്താൽ അദ്ദേഹത്തിന് നല്ലൊരു ഭാവി ഇപ്പോൾ BJP ആയാലും ഈ പറയുന്ന പോലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിലേക്ക് എത്തിയാൽ തന്നെയും കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷേ കേസും പുക്കാറും ഒക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ ജനങ്ങൾ വെറുക്കും, ഈ പറയുന്ന പോലെ വോട്ട് കിട്ടില്ല. അതിനൊരു എക്സാമ്പിൾ തന്നെ ഉണ്ട്. സാർ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ അതിന്റെ ഒരു മെയിൻ എക്സാമ്പിൾ തന്നെയാണ്. സോ അതുകൊണ്ട് പി.സി. ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇനിയെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ നിയന്ത്രിച്ചാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ഇനിയും നല്ലൊരു ഭാവി കിടപ്പുണ്ട്.